കായംകുളം ഗവൺമെന്റ് ടൗൺ UPSൽ ജൈവവൈവിധ്യ പ്രവർത്തനം ആരംഭിച്ചു. ജൈവവൈവിധ്യ സസ്യങ്ങൾ, കരകൗശല വസ്തുക്കൾ, പഴയകാല കാർഷിക ഉപകരണങ്ങൾ എന്നിവയുടെ പ്രദർശനവും നടത്തി. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ ജൈവവൈവിധ്യവും പരമ്പരാഗത അറിവുകളും എന്ന പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കായംകുളം ഗവൺമെന്റ് ടൗൺ UP സ്കൂളിലാണ് ജൈവവൈവിധ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ഓണാട്ടുകര കാർഷിക റിസർച്ച് സെന്ററിലെ ഡയറക്ടറും ജൈവവൈവിധ്യ ബോർഡ് അംഗവുമായ ഡോക്ടർ മിനി വി ജൈവവൈവിധ്യ പ്രവർത്തനങ്ങളുടെയും പ്രദർശന വിപണനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ജൈവവൈവിധ്യവും പരമ്പരാഗത അറിവുകളും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണവും നടത്തി. കൊണ്ട് ചെയ്യിപ്പിച്ച ഈ അധ്യാപകർ സത്യമായി യഥാർത്ഥത്തിൽ വളരെ വലിയൊരു കയ്യടി നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങൾ കൊടുക്കണം. കാരണം ഞാനിത് ഇവിടെ നിന്ന് നോക്കുകയായിരുന്നു. ഞങ്ങളുടെ ഗവേഷണ കേന്ദ്രത്തിൽ കുട്ടികളുണ്ട്, പക്ഷെ നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരുമാണ്. അപ്പം അവരെ കൊണ്ട് നമ്മൾ വളരെ ഇന്ന് പറഞ്ഞാൽ നാളെ പരിപാടി നടക്കും. എന്തുമാത്രം ഈ പരിപാടി നടക്കുന്നതിൻ്റെ ഇടയിൽ പോലും ടീച്ചേഴ്സ് നിങ്ങളുടെ ഒപ്പം നിന്നിട്ടാണ് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് പോകാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രയത്നത്തിന് വളരെ വലിയ ഒരു അഭിനന്ദനം അവർ അർഹിക്കുന്നുണ്ട്. പിന്നെ ജൈവവൈവിധ്യ ബോർഡിന്റെ ആയിട്ടുള്ള പ്രവർത്തനത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗവേഷണ കേന്ദ്രവും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു കേന്ദ്രമാണ്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം ചെറുധാന്യങ്ങളുടെ ഒരു സംരക്ഷണാലയം അവിടെ ഉണ്ട്. സജിത് സാറ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു, മിസ് അതിന്റെ വിത്തുകൾ കൊണ്ടുവരുമോ, ഇവിടെ പ്രദർശനത്തിന് വെക്കാനാണ്. അപ്പം ഞാൻ 3-4 വിത്തിന്റെ സാമ്പിള്, 3-4 ഇനങ്ങളുടെ സാമ്പിൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ജൈവവൈവിധ്യ സസ്യങ്ങൾ, പഴയകാല കാർഷികോപകരണങ്ങൾ, ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ എന്നിവയുടെ പ്രദർശനവും വിവിധ ഫാമുകളുടെ പച്ചക്കറി തൈകൾ, വിത്തുകൾ, മില്ലറ്റ്സ്, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനവും ഇതിന്റെ ഭാഗമായി നടത്തി. SMC ചെയർമാൻ ഷുക്കൂർ വജിച്ചേരി അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക ജെസി വർഗീസ്, ആലപ്പുഴ ജൈവവൈവിധ്യ ബോർഡ് കോർഡിനേറ്റർ ശ്രുതി, ഹരിത വ്യക്തി വനമിത്ര അക്ഷയശ്രീ പുരസ്കാര ജേതാവ് രമേശൻ KG, SMC വൈസ് ചെയർപേഴ്സൺ സുബീന, മുംതാസ്, അരുണിമ, സന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.